ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരുമായ ദൈവമക്കളെ, കർത്താവിൻ്റെ ദാസന്മാരെ, ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. ദൈവവചന കേൾവിക്ക് വേണ്ടി മനസ്സൊരുക്കത്തോടെ കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി സ്നേഹാദരവോടെ എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുകയും ചെയ്യുകയാണ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന മഹാദൈവം നമുക്ക് വേണ്ടി ഓരോ ദിവസവും തൻ്റെ വചനത്തിലൂടെയും സ്നേഹത്തിലൂടെയും കൃപയിലൂടെയും ശക്തിയിലൂടെയൊക്കെ കരുതുകയും സ്നേഹിക്കുകയും പരിപാലിക്കുകയൊക്കെ ചെയ്യുന്നതോർത്ത് എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. എന്നെ സംബന്ധിച്ച് ഓരോ പ്രാവശ്യവും ദൈവത്തിൻ്റെ വചനം തന്ന് നിങ്ങളെപ്പോലെ ഓരോരുത്തരെയും ശുശ്രൂഷിപ്പാനുള്ള കൃപ തന്ന് കർത്താവ് എന്നെ നിർത്തുന്നതിനായിട്ട് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിച്ച് വാഴ്ത്തി പുകഴ്ത്തി മഹത്വപ്പെടുത്തിക്കൊണ്ട് തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. എബ്രായ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം വായിച്ചുകൊണ്ടാണ് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ഞാൻ തുടക്കം കുറിക്കാൻ ആഗ്രഹിക്കുന്നത്. എബ്രായ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം: അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ഈ വാക്യത്തിൽ എൻ്റെ നോട്ടത്തിൽ എല്ലാ വാക്കുകളും ദൂതാണ്, എല്ലാ വാക്കുകളും. പക്ഷെ അങ്ങനെ പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരു സന്ദേശമല്ലല്ലോ രാവിലെ നമുക്ക് കിട്ടുന്ന ഈ സന്ദേശം. പക്ഷെ ഏറ്റവും അധികം ഈ വാക്യം ഇന്ന് സന്ദേശത്തിന് തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം അവസാനത്തെ വാക്കാണ്. അവസാനത്തെ വാക്ക് ആവശ്യമാകുന്നു എന്ന വാക്ക്. ആവശ്യമാകുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആവശ്യമില്ലാത്ത എന്തോരം കാര്യങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ ചെയ്തു കൂട്ടുന്നത്. ഇത് ഈ മാസത്തിൻ്റെ അവസാനത്തെ ദിവസമാണ്. ഈ ഒരു മാസം നമ്മൾ ആവശ്യമില്ലാത്ത എന്തെല്ലാം സാധനങ്ങൾ മേടിച്ചു കൂട്ടി. സത്യത്തിൽ നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഞാൻ ഒരുപാട് ആളുകളെയും വീടുകളെയും ഒക്കെ ശ്രദ്ധിക്കാറുണ്ട്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, നമുക്കാവശ്യമില്ലാത്ത എന്തോരം സാധനങ്ങളാണ് കണ്ണീ കണ്ടതൊക്കെ മേടിച്ചു കൂട്ടി. നമുക്കാവശ്യമില്ലാത്ത ഒരുപാട് പരിപാടികൾ നമ്മൾ പോയി ഇടപെട്ടു. നമുക്കാവശ്യമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പിടിപ്പിച്ചു. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, അങ്ങനെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു, ഇന്ന് ഗതികേടിന് അങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു? തോന്നിയിട്ടുണ്ടോ? മനുഷ്യനാണെങ്കിൽ തോന്നുമെന്ന് എനിക്കറിയാം. എനിക്കൊക്കെ എത്രയോ വട്ടം തോന്നിയിട്ടുണ്ട്. ഏത് നേരത്താ ദൈവമേ ഇതിനിറങ്ങിത്തിരിക്കാൻ തോന്നി? ആവശ്യമില്ലായിരുന്നു. ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളിൽ നമ്മളീ പലരും ചെന്ന് പെട്ടുപോകുന്നുണ്ട്. ആവശ്യമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് വാശി പിടിച്ച് മുറുകെ പിടിച്ച് വെച്ചിട്ടുമുണ്ട്. ആവശ്യമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ വാങ്ങിക്കൂട്ടി വെച്ചിട്ടുണ്ട്. ആവശ്യമില്ലാത്ത പലരുടെ വിഷയത്തിൽ നമ്മൾ കയറി ഇടപെട്ടിട്ടുമുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചല്ല ഇന്ന് പറയുന്നത്. എന്നാൽ ആവശ്യം, വെറും ആവശ്യമല്ല, അധികം ആവശ്യമാകുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അത്യാവശ്യം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആവശ്യമുള്ള കാര്യങ്ങൾ. ഞാൻ ഈ ബൈബിളിൽ ഇന്ന് ഈ വാക്യം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയ പല വാക്യങ്ങളുണ്ട്. ആവശ്യമാകുന്നു എന്ന് ബൈബിൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ. രക്ഷിക്കപ്പെടേണ്ട ആവശ്യമാണോ? ആവശ്യമാണ്. സ്നാനപ്പെടേണ്ട ആവശ്യമാണോ? ആവശ്യമാണ്. ആത്മനിറവിൽ ജീവിച്ച് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണോ? ആവശ്യമാണ്. ഇതൊക്കെ വലിയ ആവശ്യമുള്ള കാര്യങ്ങളാണ്. ജീവൻ്റെ പുസ്തകത്തിൽ പേര് വരേണ്ടത് ആവശ്യമാണോ? അയ്യോ, അങ്ങനെ സൂത്രത്തെക്കുറിച്ച് ഇപ്പോഴാണല്ലോ കേൾക്കുന്നത് എന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ജീവൻ്റെ പുസ്തകത്തിൽ പേര് വരേണ്ടത് ആവശ്യമാണ്. അല്ലയോ, ആണോ എന്ന് നിങ്ങൾ പറ. ആവശ്യമില്ലാത്തടത്തൊക്കെ പേര് വരാൻ വേണ്ടി എന്തോരം പരിപാടികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ പേരൊന്ന്, നമ്മുടെ പേരൊന്ന് മണ്ണിലെഴുതി വയ്ക്കുന്നത് പോലെ മാഞ്ഞു പോകുന്നിടത്ത് എഴുതി വയ്ക്കാൻ എന്തെല്ലാം പാടുപെടുന്നു. എന്നാൽ ആവശ്യമുള്ളിടത്ത് പേര് വന്നോ ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല. ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ. ഇവിടെ ഈ വാക്യം സമർത്ഥിക്കുന്നത്, പറയേണ്ടത് എൻ്റെ കടപ്പാടും ഉത്തരവാദിത്വമാണല്ലോ. എന്താണ് ഇവിടെ പറയുന്നത്? ബൈബിളിൽ ആവശ്യമുള്ള, വളരെ ഗൗരവത്തോടെ ഇതാവശ്യമാണ് എന്ന് പറയുന്നത് ഒത്തിരി വാക്യങ്ങളുണ്ട്. ശ്വാസം വലിക്കേണ്ടത് ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ മണ്ടൻ ചോദ്യമാണെന്ന് എനിക്കറിയാം. ആവശ്യമാണ്. അങ്ങനെ അനുദിന ജീവിതത്തിൽ ആവശ്യപ്പെട്ട ഒരുപാട് കാര്യമുണ്ട്. ഇതുപോലെ ബൈബിൾ ആവശ്യമാണ്. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഏത് പ്രത്യയശാസ്ത്രം വിശ്വസിക്കുന്ന ആളാണെങ്കിലും മനുഷ്യനാണോ
അവൻ ആവശ്യമായ പല കാര്യങ്ങളുണ്ട്. അത് ബൈബിൾ സമർത്ഥിക്കുന്നുണ്ട്. അതെല്ലാം കൂടി കൂട്ടിവെച്ച് ഒരു ദിവസം ഒരു നീണ്ട പ്രസംഗം എപ്പോഴെങ്കിലും പ്രസംഗിക്കാൻ അവസരം കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുക. എന്നാൽ ഈ വാക്യം പറയുന്നത്, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടത് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. കേട്ടത് എന്നിവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തെക്കുറിച്ച്, ആത്മീകത്തെക്കുറിച്ച്, ദൈവവചനത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിനെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച്, ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച്, ജീവിത വിജയത്തെക്കുറിച്ച്, ആത്മനിറവിൻ ജീവിതത്തെക്കുറിച്ച്. ഇവിടെ ഒരു എതിരാളിയും പോരാളിയും ഉണ്ട്. അവൻ വഞ്ചകനാണ്. അവസരം കിട്ടിയ ചതിക്കും, നമ്മുടെ ജീവിതത്തിൻ്റെ മധ്യ വെച്ച് ഇല്ലാതാക്കും. ഇതൊക്കെയാണ് ഈ ബൈബിളിൽ നിന്ന് കേൾക്കുന്നത്. അല്ലാതെ ആരുടെയെങ്കിലും കുറ്റവും കുറവുമല്ല. ഇവിടെ അണ്ടർസ്റ്റുഡാണ്. കേട്ടതധികം എന്ന് എന്താ കേട്ടത് എന്നിനി തലപുകയണ്ട. ആത്മീയത്തിൽ നിന്ന്, സഭയിൽ നിന്ന്, തിരുവെഴുത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് നാം കേൾക്കുന്നത് ടി വിയിൽ വാർത്ത വായിക്കുന്ന ആൾ പറയുന്ന നാട്ടുവിശേഷങ്ങളല്ല, അനർത്ഥങ്ങളും അപകടങ്ങളുമല്ല. ജീവിത വിജയത്തിന് വേണ്ടി ദൈവം തമ്പുരാൻ വെച്ചിരിക്കുന്ന മുന്നറിയിപ്പുകളും വിജയിപ്പിക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് തരുന്ന ആലോചനകളുമാണ്. അതാണ് കേൾക്കേണ്ടത്. അത് കേൾക്കണം. ഞാൻ ഈ എല്ലാ ദിവസവും ശ്രമിക്കുന്നതും നിങ്ങൾ ഓരോരുത്തരും അത് കേൾക്കണമെന്ന ആഗ്രഹത്തോടെയാണ്. നാം കേൾക്കണം. എങ്ങനെ ജീവിക്കണം, എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കണം, എങ്ങനെ നല്ലൊരു മനുഷ്യനാകാം, ഇതൊക്കെയാണ് ഈ ബൈബിൾ പറയുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം കേൾക്കേണ്ടത് ആവശ്യമാണെന്നല്ല. കേൾക്കുന്ന ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേർ. കേൾക്കേണ്ടത് ആവശ്യമാണെന്നല്ല, കേൾക്കേണ്ടത് ശ്രദ്ധിക്കണം എന്നുമല്ല, കേട്ടത് ശ്രദ്ധിക്കണമെന്നുമല്ല. അതിനും അപ്പുറം ഇതിനൊരു മൂന്നാം കടമ്പയുണ്ട്. കേൾക്കുക, കേട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തത് കരുതിക്കൊള്ളുക എന്നൊരു വാക്കുണ്ട്. കരുതിക്കൊള്ളുക. കരുതിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? നമ്മൾ എന്ത് കേട്ടോ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ കരുതാൻ പറ്റുള്ളൂ. കേട്ട എല്ലാ കാര്യവും നമ്മൾ ഓർത്തിരിക്കുന്നില്ലല്ലോ, കാരണം ശ്രദ്ധിച്ചില്ല. കേട്ടു, പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും പറഞ്ഞു അത് എന്തുമായിരുന്നു കുഞ്ഞമ്മേ, അയ്യോ അത് മറന്നു, എന്താ കാര്യം, ശ്രദ്ധിച്ചില്ല. അപ്പം കേട്ടാ പോരാ, കേട്ടത് വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചാലും പോരാ. ആവശ്യമായിരിക്കുന്ന എന്താണെന്നറിയാമോ? കേട്ട കാര്യം എങ്ങനെ ശ്രദ്ധിച്ചോ ആ ശ്രദ്ധിച്ചത് കരുതിക്കൊള്ളുക. കരുതിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെയാണെന്ന് മനസ്സിലാക്കി അതിന് തക്കവണ്ണം നമ്മളെ സെറ്റ് ചെയ്യുന്നതായി കരുതിക്കൊള്ളുക എന്നുള്ള വാക്കുകൊണ്ട് പരിശുദ്ധാത്മാവ് ഉദ്ദേശിച്ചത്. അതാവശ്യമാണ്. അപ്പോൾ നമുക്ക് തിരിച്ചു ചോദിച്ചേക്കാം, കേൾക്കാതിരുന്ന പ്രശ്നമില്ലല്ലോ, കേൾക്കാതിരുന്നാൽ മുഴുവൻ പോയല്ലോ. കേൾക്കാതിരിക്കരുത്. ദൈവത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും കർത്താവിനെക്കുറിച്ചും പാപപരിഹാര മാർഗത്തെക്കുറിച്ചും ആത്മനിറവ് ജീവിതത്തെക്കുറിച്ചും ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും നേരിടുമ്പോൾ അതിനകത്തും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെ, നോഹയുടെ പെട്ടകം പൊങ്ങിക്കിടന്നതുപോലെ എവിടെയെങ്കിലും ഉറയ്ക്കുന്നത് വരെ ഇതിനകത്ത് വെള്ളം കയറാതെ, തകർന്നു പോകാതെ, മുങ്ങിപ്പോകാതെ, എവിടെയെങ്കിലും സെറ്റിലാകുന്നത് വരെ ഞാൻ നിങ്ങളോടാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ കാര്യങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതും ശ്രമിക്കേണ്ടതും ആവശ്യമാണ്. അതിനെന്താ വഴി? അതിൻ്റെ എല്ലാ വഴികളും ദൈവം തൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് ദൈവത്തിൻ്റെ വചനം കേൾക്കണം. കേട്ടാൽ പോരാ, ശ്രദ്ധയോടെ കേൾക്കണം. കേട്ടിട്ട് വളരെ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ച് കേട്ടാലും കേട്ടിട്ട് ശ്രദ്ധിച്ചാലും പോരാ. ഈ ശ്രദ്ധിച്ചതും കേട്ടതുമെല്ലാം കരുതിക്കൊള്ളുക. കരുതിക്കൊള്ളുക, ഉള്ളിൽ സംഗ്രഹിച്ചേക്കണം. അതും മനസ്സിലാക്കി നമ്മൾ ചുവടുകൾ വയ്ക്കണം. ഒരു കരുതലില്ലാതെ നാം കാര്യങ്ങൾ നീക്കരുത്. കരുതൽ, ഇൻഫർമേഷൻസ്, അങ്ങനെയാണ് മുന്നോട്ട് പോകാവൂ. അതായിരിക്കും ശരിക്കും ഒരു റൂട്ട്. ചുമ്മാ തോന്നിയതുപോലെ കാൽപ്പാടുകൾ വയ്ക്കുകയല്ല, കാര്യങ്ങൾ നീക്കുകയല്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന അറിവിൻ്റെ അനുസരിച്ച് കാര്യങ്ങൾ നീക്കാവൂ. ഡ്രൈവ് ചെയ്യുന്നയാൾ ചുമ്മാ ഒരു താക്കോൽ എടുത്തിട്ട് ഒരുവൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഓടിക്കുകയല്ലോ. ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിപ്പിച്ച സമയത്ത് പഠിച്ച കാര്യങ്ങളുണ്ട്. ആ പഠിച്ചത് നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചതുകൊണ്ടാണ് ലൈസൻസ് കിട്ടിയത്. അന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ കരുതിക്കൊള്ളുന്നത് വെച്ചാൽ ഇന്നും വണ്ടി ഓടിക്കുന്നത്. ഞാൻ പറഞ്ഞത് ശരിയാണോ? ശരിയായോ? ഇന്നും വണ്ടി ഓടിക്കുന്നത്. വണ്ടി മാറിക്കാണും, കാലം മാറിക്കാണും.
52 കൊല്ലങ്ങൾക്ക് മുമ്പ് ലൈസൻസ് എടുത്തപ്പോൾ, 30 കൊല്ലങ്ങൾക്ക് മുമ്പ് ലൈസൻസ് എടുത്തപ്പോൾ അന്നത്തെ വണ്ടിയല്ല ഇന്ന്. പക്ഷെ അന്ന് പഠിപ്പിച്ചൊരു അടിസ്ഥാനമുണ്ട്. നീ കേട്ടത്, ശ്രദ്ധിച്ചത്, ഉള്ളിൽ കരുതിയത്, അത് വെച്ച് ഓടിച്ചെങ്കിലേ വീട്ടിൽ പോക്ക് നടക്കുള്ളൂ. എന്നതുപോലെ തന്നെ സ്വർഗം മുന്നോട്ട് പോകാൻ വെച്ചിരിക്കുന്ന വ്യവസ്ഥകളാണ് ദൈവവചനം. അത് കേൾക്കണം, ശ്രദ്ധയോടെ കേൾക്കണം. എന്നിട്ട് കേട്ടു, ശ്രദ്ധിച്ചു, പരീക്ഷ എഴുതി ജയിക്കാനല്ല, അതുള്ളിൽ വെച്ചുകൊണ്ട് വേണം ജീവിക്കാൻ. അത് ആവശ്യമാകുന്നു എന്നാണ് ബൈബിൾ സൂക്തം. ഇതാവശ്യമാട്ടോ, കുഞ്ഞുകളിയല്ല, അത്യാവശ്യമാണ്. ശ്രദ്ധിക്കുക, വിജയിപ്പിക്കുക നിങ്ങളെ തന്നെ. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തിൽ നടക്കുന്നു. ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ നടക്കുന്നു, എൻ്റെയൊക്കെ ജീവിതത്തിൽ നടക്കുന്നു. അപ്പാ, ഇന്ന് ഞങ്ങൾ ഈ മാസാവസാന ദിവസം വിനീതമായി പ്രാർത്ഥിക്കുന്നു. ആവശ്യമില്ലാത്ത ഒരിടപാടിലും ഞങ്ങളോ ഞങ്ങളുടെ പിള്ളേരോ പോയി ഇടപെടല്ലേ അപ്പാ. പുതിയൊരു മാസം വരുവാണല്ലോ. ആവശ്യമില്ലാത്തതൊന്നും പോയി മേടിച്ചു കൂട്ടി കടം കയറാനൊന്നും ഇടയാക്കല്ലേ അപ്പാ. ആവശ്യമില്ലാത്തതൊന്നും ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് കയറല്ലേ. ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ഞങ്ങളാരും പോയി ഇടപെടല്ലേ അപ്പാ. ആവശ്യമുള്ളത്, ദൈവം പറഞ്ഞിരിക്കുന്നത്, അത് ശ്രദ്ധയോടെ കരുതാൻ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അടിയൻ പറയുന്ന ഈ വാക്കുകൾ കേൾക്കുന്നവരെയും അനുവദിക്കണമേ. അത് നിമിത്തം ഈ അടുത്ത മാസം പരാജയങ്ങൾ ജയമായി മാറട്ടെ. ആവശ്യമുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കരുതാൻ, അതിൻ പ്രകാരം കാലുവെക്കാൻ ഞങ്ങളെ അനുവദിക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.